ഇസ്മായിൽ ബാബു ഉസ്താദെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നഅമഹു വയുകാഫിഉ മസീദാ اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحابه سيدنا ومولانا محمد وأن تحفظنا في أدياننا وأنفسنا وأهلنا وأصحابنا وأحبابنا من كل محنة وفتنة وآفة وبوس وغيره إنك ولي لكل خير ومتفضل بكل خير ومعط لكل خير اللهم أعدنا كل خير وأعدنا من كل شر اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما اللهم لا تجعل منا ولا فينا ولا معنا مع الراحة لقلوبنا وأبداننا السلامة والعافية في ديننا ودنيانا وأخرانا يا ذا الجلال والإكرام علما نافعا رب زدنا علما نافعا رب زدنا علما نافعا الحمد لله على كل حال رب تمم بالخير والسعادة يا ذا الجلال والإكرام اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولوالدينا ولمن ماتوا منا يا غافر المذنبين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلق. അപ്ഡേറ്റുകൾ നമ്മൾ വരുത്തേണ്ടതുണ്ട്. നമ്മുടെ മൊബൈലിൽ തന്നെ നോക്കിയാൽ കാണാം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, അപ്ഡേറ്റുകൾ വരും. ഈ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പല ഫീച്ചേഴ്സ് നമുക്ക് കിട്ടും. ചിലപ്പോൾ തുടക്കത്തിൽ തോന്നും ഇത് പഴയത് തന്നെയായിരുന്നു നന്നായിരുന്നത്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് നമുക്ക് ശീലമാവുകയും അത് നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന രീതിയിൽ ആവുകയും ചെയ്യും. ഈ രീതിയിൽ ഇവിടെ അലിഫ് ഷോർ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തീരം എന്നാണ്. സീഷോർ എന്ന് പറഞ്ഞാൽ കടൽ തീരം. അതേപോലെ ഏത് വാക്കിൻ്റെ കൂടെയാണോ ഷോർ ചേർക്കുന്നത് അത് തീരമാവും. ഇവിടെ അലിഫ് എന്ന് പറയുന്നത് അറബി അക്ഷരമാലയുടെ ആദ്യാക്ഷരമാണ്. അത് ഇൽമിൻ്റെ അറിവിൻ്റെ ഒരു അക്ഷരമാണ്. അതിൻ്റെ കൂടെ ഷോർ എന്ന് ചേർക്കുമ്പോൾ ഇൽമിൻ്റെ തീരമായി ഇതാവുകയാണ്. അത് പൂർത്തീകരിക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. ഇവിടെ ഈ സ്ഥാപനത്തിൽ ആദ്യം ഇത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചപ്പോൾ പലരും നിരുത്സാഹപ്പെടുത്തുകയുണ്ടായി. സ്ഥലം അത്ര ശരിയല്ല എന്ന രീതിയിൽ ഒരു ഭീഷണി സ്വരത്തിൽ വരെ സംസാരിക്കുകയുണ്ടായി ചിലർ. പക്ഷേ കമ്മിറ്റിയുടെ അതിയായ സഹകരണം കൊണ്ട് ഞാനിത് ഏറ്റെടുക്കുകയും പിന്നീട് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ പരിസരവാസികളൊക്കെ പ്രതീക്ഷിച്ചതിലും അധികം വളരെ സപ്പോർട്ടായി നമ്മുടെ കൂടെ നിൽക്കുകയുണ്ടായി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനം നമ്മുടെ സിലബസിൽ ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട്. കേരളത്തിലെ തന്നെ പ്രഗത്ഭരായ ഒരു വലിയൊരു ടീം ഈ സിലബസിൻ്റെ പിന്നിലുണ്ട്. നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിലും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തും ഗൾഫ് മേഖലയിലെല്ലാം ഈ സിലബസ് ഫോളോ ചെയ്യുന്നവരുണ്ട്. ഇതിന് നല്ലൊരു ഡയറക്ടർ ബോഡി അക്കാദമിക് ലെവലിലുണ്ട്. അവരാണ് ഇതിൻ്റെ സിലബസുകൾ ക്രമീകരിക്കുകയും അതിൽ സൈക്കോളജിസ്റ്റുകളുണ്ട്, വിദ്യാഭ്യാസ വിദഗ്ധരുണ്ട്. കാലാകാലങ്ങളിൽ ആ സിലബസ് പരിഷ്കരിച്ച് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ സിലബസ് അല്ല ഈ കൊല്ലം, അതിൽ ചെറിയ വ്യത്യാസങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു മേഖലയിൽ നിരന്തരം ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ട് ഈ സിലബസ് ക്രമീകരിച്ച് നല്ലൊരു അക്കാദമിക് ടീമിൻ്റെ കീഴിലാണ് ഈ സിലബസ് വരുന്നത്. ഇതിൻ്റെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ആ അക്കാദമിക് ടീമിൻ്റെ കീഴിൽ ഒരു മാസം താമസിച്ച് ട്രെയിനിങ് നടത്തുകയും അതിൽ നിന്ന് വിജയിക്കരും മാത്രമാണ് ഇതിലേക്ക് അപ്പോയിന്റ് ചെയ്യാൻ കഴിയുന്നത്. മാത്രമല്ല അവർക്ക് എല്ലാ മാസവും ഫോളോ അപ്പ് ട്രെയിനിങ് ഉണ്ടാവും. അതിന് പുറമെ ഈ കേരളത്തിലെ ക്ലസ്റ്റർ മേഖലകളായി തിരിച്ചുകൊണ്ട് ഓരോ ക്ലസ്റ്ററിനും ഓരോ RP നിയമിച്ചുകൊണ്ട് ഈ RP എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും മാസത്തിലൊരു തവണ വിസിറ്റ് ചെയ്യുകയും ഇവിടെയുള്ള എല്ലാ കുട്ടികളെയും അതുവരെ പഠിപ്പിച്ച എല്ലാ സംഗതികളും ഈ ഓരോ കുട്ടിയും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിയുകയും അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാനേജ്മെന്റിനെ അറിയിക്കാനുള്ള പ്രത്യേക നോട്ടും അവിടെ ഉണ്ടാവും. ഇത്തരത്തിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടു നടക്കാനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാവരും സഹകരണം തീർച്ചയായും ഉണ്ടാവണം. ഈ സ്ഥലത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എത്രയോ പതിറ്റാണ്ടുകളായി ഇൽമിൻ്റെ ഒരു കേന്ദ്രമാണിത്. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള മിക്കവാറും എല്ലാവരും മദ്രസ പഠനം നടത്തിയത് ഈ സ്ഥലത്തു നിന്നായിരിക്കും. ഞാനും മദ്രസ പഠിച്ചത് ഈ സ്ഥലത്ത് നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് പ്രത്യേക പവിത്രതയും പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഒരു സംരംഭത്തിൽ പ്രത്യേകിച്ച് ഈ ആത്മീയ വിദ്യാഭ്യാസം കറക്റ്റായി കൊണ്ടു നടക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീട്ടിലും അതിൻ്റെതായ ചില അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഇവിടെയുള്ള ഉമ്മമാർക്ക്
ഇന്നല്ല, പക്ഷെ അടുത്ത മംസ് മീറ്റുകൾ ഉണ്ടാവും എല്ലാ മാസവും. ആ മംസ് മീറ്റിൽ ഒരു പേപ്പർ തരും. ആ പേപ്പറിൽ ചില കാര്യങ്ങൾ രേഖപ്പെടുത്താൻ പറയും. അത് കൃത്യമായും സത്യസന്ധതയോടുകൂടിയും അത് രേഖപ്പെടുത്തി അത് കൃത്യമായി ഫോളോ ചെയ്യുമ്പോഴാണ് നിങ്ങളെല്ലാവരെയും ഞാൻ സഹകരണം പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ ഇവിടെ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് തന്ന നമ്മുടെ ഇസ്മായിൽ ബാക്കവി ഉസ്താദിനെ ഞാൻ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു അവറുകളാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുട്ടികൾക്കെല്ലാം ആദ്യാക്ഷരം കുറിച്ചു കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് ജാഫർ സാദിഖ് തങ്ങൾ അവറുകളാണ്. നമുക്ക് ആശംസാ പ്രസംഗം നടത്താൻ എത്തിയിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസ്മായിൽ സാദിഖ് അവർ അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ രണ്ടാം വാർഡ് മെമ്പർ താജ് മുജീബ് വന്നു കഴിഞ്ഞാൽ അറിഞ്ഞില്ല, ക്ഷമിക്കണം, അവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എത്തിയ എല്ലാ ഗുരുതുകൾക്കും എൻ്റെ ഒരു അഭിനന്ദനങ്ങൾ ആദ്യം. അപ്പോൾ ഇവിടെ പഠിച്ച് ആദ്യമായി പഠിക്കുന്ന വരുന്ന കുട്ടികൾക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ അധ്യാപകരെയും നമ്മുടെ കാണുന്ന എല്ലാവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദ്യം പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ അതാണ് സ്നേഹം, ആദ്യം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക ആദ്യം കുട്ടികളെ. അപ്പൊ അത് ബഹുമാനപ്പെട്ട ഉദ്ഘാടന പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് വേദിയിലുള്ള ഇസ്മായിൽ ബാക്കവി, അതുപോലെ തന്നെ സാദിഖ് അലി തങ്ങൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസ്മായിൽ. മാനേജ്മെന്റ് ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, എന്നാലും സിലബസും സ്റ്റാറ്റസ് കോ ആയി മാറിയിട്ടുണ്ട്. എന്നാലും കുട്ടികളുടെ ചില മാറ്റങ്ങൾ, ഈ സ്കൂളിൻ്റെ ചേഞ്ചസ് എല്ലാം മാറിയത് സ്റ്റേറ്റ് ആവറേജിൽ ഇപ്പോഴത്തെ സിലബസ് സ്റ്റാറ്റസ് കോ ആയിട്ട് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. മന്ത്രിസഭ അത് എന്ത് ചെയ്യണം എന്നുള്ളത് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദ് വളരെ വിശദീകരിച്ച് സംസാരിക്കുകയുണ്ടായി ഉസ്താദ്. കാരണം ഈ അലിഫി സ്കൂളിന്റെ ദുആ നിർവഹിച്ചത് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ബാക്കവിയാണ്. അദ്ദേഹം ഏകദേശം 10-15 വർഷത്തോളമായിട്ട് വളരെ പുതുനഗർ പഞ്ചായത്തുമായി വളരെ ദീനീ പ്രവർത്തനം നടത്തുന്ന ഉസ്താദാണ്. കാരണം അദ്ദേഹം ദുആ ചെയ്ത എല്ലാ സ്ഥാപനങ്ങളും വളരെ ഉയർച്ചയോടെ കൂടി കടന്നുപോയിട്ടുള്ളൂ. കാരണം അദ്ദേഹത്തിന് 15 വർഷമായിട്ട് എനിക്ക് വളരെ സൗഹൃദമുള്ള ഉസ്താദാണ്. ഈ പുതുനഗർ പഞ്ചായത്തിൽ എത്രയോ ഉസ്താദ്മാർ വന്നിട്ട് എന്റെ ഞാൻ സാഫിമാരിൽ ഒരു സെക്രട്ടറിയാണ്, ജോയിന്റ് സെക്രട്ടറിയാണ്. പക്ഷേ സാഫിമാരിൽ തന്നെ ഇതുപോലത്തെ ഉസ്താദ് കിട്ടുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം നല്ലവണ്ണം ദീനീ പ്രവർത്തനം നടത്തുന്ന ഉസ്താദാണ് ഇസ്മായിൽ ബാക്കവി. അദ്ദേഹത്തെ നമ്മുടെ ഈ കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് സംസാരിക്കേണ്ടത്. നമ്മുടെ BRC കൊല്ലംകോടിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 126ഓളം നമ്മുടെ നെന്മാറ നിയോജക മണ്ഡലത്തിൽ 126ഓളം സ്കൂളുകൾ പുതുനഗർ മുസ്ലിം ഹൈസ്കൂളിൽ തന്നെ. പക്ഷെ സ്കൂൾ കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ട് 1 ലക്ഷം രൂപയുടെ മൊബൈലാണ്. അപ്പൊ അവിടുത്തെ ടീച്ചർമാർക്ക് വളരെ പേടിയുള്ളത് കൊണ്ട് ഞാൻ ഈ നാട്ടുകാരനായതുകൊണ്ട് എന്നോട് ബാഗ് പരിശോധിക്കാൻ പറയും. അപ്പൊ എവിടെന്നാ കുട്ടികൾക്ക് വരുന്നതെന്ന് അറിയില്ല. 4000-5000 രൂപയാണ് ആ ബാഗില്, കുട്ടികളുടെ ബാഗിൽ കാണുന്നത്. കാരണം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പാസ്സായിട്ടില്ലെങ്കിൽ, +2 പാസ്സായിട്ടില്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ പോലെ ഏറ്റവും കൂടുതൽ ഗൾഫ് രാജ്യങ്ങൾ ആശ്രയിക്കുന്ന മലപ്പുറം ജില്ലയാണ്. പാസ്സായിട്ടില്ലെങ്കിൽ തന്നെ അവർക്ക് പാസ്പോർട്ട് സാർ ഒന്ന് സ്റ്റേഷനിലേക്ക് വന്നാൽ നമുക്ക് പുതുതരം നെന്മാറ സ്കൂളിലാണ് സാറേ വന്നത്. സാർ ഉച്ചയ്ക്ക് ശേഷം വന്നാൽ മതി. നല്ല പഠനത്തിൽ ഉയർത്തുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കാദർ സാഹിബ് പരിപാടിയിൽ, അലിഫി സ്കൂൾ പരിപാടിയിൽ പുതുനഗർ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം ഈ വേണ്ട സ്കൂളിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും പുതുനഗർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന നിലയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കുറിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കെല്ലാം ആദ്യാക്ഷരം കുറിക്കാനെത്തിയ നമ്മുടെ തങ്ങള് ആദ്യം സ്വാഗതം പറഞ്ഞിട്ടും, അതുപോലെ നമ്മുടെ ഈ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ഹൈദരലിഖാൻ എന്ന അക്ബറണ്ണൻ, പിന്നെ നമ്മുടെ ആദരണീയനായ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള സാറുകൾ, ഇവിടെ എത്തിയിട്ടുള്ള മധുരം നൽകിക്കൊണ്ട് ആ പരിപാടിക്ക് ബഹുമാനപ്പെട്ട സാദിഖ് തങ്ങൾ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കുട്ടികളുടെ പേര് ലിസ്റ്റിലില്ല, ഏത് കുട്ടികൾക്കാണ് എന്നുള്ളത് മാനേജർ
ഡിക്ലെയർ ചെയ്യുക. ഇങ്ങനെ A3 സൈസിലുള്ള ഒരു പേജാണ് ഓരോ കുട്ടിക്കും ഉണ്ടാവുക. ആ കുട്ടിയുടെ ഫോട്ടോ ഇതിലുണ്ടാവും. ചില കുട്ടികൾ ഫോട്ടോ കൊള്ളുന്നില്ല, പിന്നീട് ഒട്ടിച്ചാൽ മതി. ഇതിൽ തന്നെയാണ് ആദ്യാക്ഷരം കുറിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു മെമ്മറി ആയിട്ട് എപ്പോഴും സൂക്ഷിക്കാവുന്ന രൂപത്തിലാണ് സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ കുട്ടികളുടെയും പേര് വിളിക്കുമ്പോൾ ആ കുട്ടികളുടെ രക്ഷിതാവ് എടുത്തുകൊണ്ട് വരാൻ ഒറ്റയ്ക്ക് വരെയെങ്കിലും കുഴപ്പമില്ല. എനിക്ക് അറിയിക്കാവുന്ന മറ്റുണ്ടെങ്കിൽ രക്ഷിതാക്കൾ കൂടെ വന്നാൽ നന്നായിരിക്കും. അത്ഭുതമാണ് തയ്യാറായിട്ടുള്ളത്. അത്ഭുതം. അഹമ്മദ് ഷാമി. അടുത്തത് അഷ്ലി കുമാർ. ഐസൻ മാലിക്. ഐസൻ മാലിക്. ഫാത്തിമ ഷഹല. മുഹമ്മദ് നാസിർ. മുഹമ്മദ് ഇഷാൻ.
اقرأ وربك الأكرم الذي علم بالقلم. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി നബിയായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ആദ്യത്തെ 5 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. വളരെയധികം സന്തോഷമുള്ള നിമിഷമാണ് നാം ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ പ്രോഗ്രാം. ഞാൻ പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ ആലോചിക്കേണ്ടതും അന്ന് മുതലേ തുടങ്ങി വെക്കേണ്ടതുമായ ഈ സംവിധാനം കുറച്ച് വൈകി തുടങ്ങിയതിൽ ഖേദിക്കുന്നു. അൽഹംദുലില്ലാഹ്, മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസം ഈ സ്ഥാപനത്തിൽ വെച്ച് മക്കൾക്ക് പകർന്നു കൊടുക്കുന്നു എന്നുള്ളത് വളരെയധികം സൗഭാഗ്യമാണ് ഈ ഒരുമിച്ച് കൂടിയ രക്ഷിതാക്കൾക്ക്. ഒരു കാലഘട്ടത്തിൽ മക്കളെ എവിടെ ചേർത്തണം, എവിടെ ചേർത്തിയാലാണ് ഇരുതല വിദ്യാഭ്യാസവും കിട്ടി ഒരു സാംസ്കാരികമായ സംസ്കാരമുള്ള ഒരു കുട്ടിയായി എൻ്റെ കുട്ടിയെ തിരിച്ചു ലഭിക്കുക എന്നുള്ള ആശങ്ക രക്ഷിതാക്കൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും നിലവിൽ ആ ആശങ്കകൾക്ക് പുതുനഗരം വിട പറയുകയാണ്. ഇവിടെ ചേർത്തിയതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും ഈ രക്ഷിതാക്കൾക്കും മാനേജ്മെന്റിനും വിദ്യാർത്ഥികൾക്കും നൽകുന്നു. രക്ഷിതാക്കൾ അവർക്ക് വേണ്ട സപ്പോർട്ടുകളൊക്കെ ചെയ്തു കൊടുക്കണം. അതിനെക്കാട്ടിലും ഉപരി നമ്മുടെ പ്രിയങ്കരായ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഉമ്മയാണ് ആദ്യത്തെ വിദ്യാഭ്യാസ കേന്ദ്രം. ഇവിടെ നിന്ന് പഠിക്കുന്ന അറിവുകൾ അതിൻ്റെതായ തനതായ ശൈലിയിൽ കുട്ടി വീട്ടിൽ പുലർത്തുന്നുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ഫോളോ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസത്തിലേക്ക് കടക്കാനുള്ള ഒരു പ്രാഥമിക ഘട്ടം എന്ന നിലയ്ക്ക് തന്നെ ഈ ഒരു സ്കൂൾ മാറും എന്നതിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ ഈ സിലബസ് നേരത്തെ സൂചിപ്പിച്ച പോലെ 300 ചില്ലാനുമധികം സ്കൂളുകളിൽ ഈ സിലബസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ അകത്തും പുറത്തും ഈ ഒരു സിലബസ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് കൃത്യമായ ഒരു പഠന രീതിയെക്കുറിച്ചുള്ള ഒരു വിശദമായ ക്ലാസ് രക്ഷിതാക്കൾക്ക് അടുത്ത മാസം തന്നെ ഇതിനെക്കുറിച്ച് നൽകും. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഈ പഠനത്തിന്റെ ഏതെല്ലാം രീതിയെക്കുറിച്ച് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നതിനെ കുറിച്ചുള്ള വിദ്യാഭ്യാസ വിദഗ്ധരായി ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു പഠന സെക്ഷൻ തന്നെ നമ്മുടെ ഈ രക്ഷിതാക്കൾക്ക് വേണ്ടി നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്നതാണ്. പ്രധാനപ്പെട്ട സുഹൃത്തുക്കളൊക്കെ നോക്കി ഓടുന്ന രൂപത്തിൽ മനഃപ്പാടമാകുന്ന രൂപത്തിലൊക്കെ ഒരു ഉയർച്ചയും അതുപോലെ ആത്മീയമായ ഉയർച്ചയും എല്ലാം നമ്മുടെ വീടുകളിൽ ഒന്നിലധികം കുട്ടികളുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു കുട്ടിക്ക് ഒരു സാധനം വാങ്ങിച്ചു കൊടുത്താൽ മറ്റു കുട്ടിക്കാരെയും പഠിക്കുന്നവർക്ക് ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ടാക്കുക, അങ്ങനെ തുടങ്ങി നമ്മുടെ വിദ്യാഭ്യാസ രീതി മാത്രമല്ല അതിന് പുറത്ത് എന്റെ കുഞ്ഞു മക്കൾ എല്ലാവർക്കും എന്റെ ഭാഷയിലും സ്കൂളിന്റെ പേരിലും